ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷൻ കെ.പി. യോഹന്നാന്റെ ദുരൂഹ മരണത്തിന് പിന്നാലെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. യോഹന്നാന്റെ അപകട മരണത്തിലും സംശയങ്ങളുണ്ട്. കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയിൽ യോഹന്നാനെ ഇടിച്ചിട്ട കാറിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയ്ക്ക് ചുരുളഴിയുമെന്ന് കരുതാം. രണ്ടാമത്തെ ചോദ്യം, ബിലീവേഴ്സ് ചർച്ച് എന്ന സാമ്രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്നതാണ്. അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കെ.പി. യോഹന്നാനും അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ചർച്ചിനും ഉണ്ടായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലയിലും വൻ നിക്ഷേപവുമുണ്ട്. ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായുള്ളത് 7000 ഏക്കറിലധികം ഭൂമിയാണ്. ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കറാണ് ഇതിലൊന്ന്. സംസ്ഥാനത്ത് മാത്രം 20,000 ഏക്കറിലധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സഭയാണ് ബിലീവേഴ്സ് ചർച്ച്. കർക്കശമായ ചട്ടക്കൂടൊന്നും അതിനില്ല. മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പാളയത്തിൽ പടയുണ്ടെന്നും കേൾക്കുന്നു. ബിഷപ്പുമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമാണ്. ഏകാധിപതിയുടെ മട്ടിലാണ് യോഹന്നാൻ സഭയെ മുന്നോട്ട് കൊണ്ടുപോയത്. യോഹന്നാൻ ഇല്ലാതായതോടെ കയ്യൂക്കുള്ളവന് കാര്യക്കാരനാകുന്ന അവസ്ഥയുണ്ടാകും. അതത് സ്ഥാപനങ്ങളുടെ ചുമതലയുള്ളവർ അത് കൈയടക്കുകയും അങ്ങനെ സഭ തന്നെ പല കഷ്ണങ്ങളായി മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കെ.പി. യോഹന്നാന്റെ ഇടപാടുകളും ദുരൂഹമായിരുന്നു. ആരെയും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതിനാൽ തൻ്റെ പിൻഗാമിയായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മകനും മകളും മകളുടെ ഭർത്താവും ഉണ്ടെങ്കിലും യോഹന്നാന്റെ സാമ്രാജ്യം നിയന്ത്രിക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ കെ.പി. യോഹന്നാന്റെ മരണവാർത്ത അമേരിക്കൻ മീഡിയ തിരസ്കരിച്ചതായും പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് അമേരിക്കയിൽ ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നത്രേ. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നു. അതിനാൽ ധാരാളം ശത്രുക്കളെയും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയമുയരുന്നത്. അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. അമേരിക്കയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ അദ്ദേഹത്തെ സഭയുടെ ക്യാമ്പസിന് പുറത്തെ റോഡിൽ വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. സുവിശേഷ പ്രചാരണത്തിന്റെ പേരിൽ കോടികൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കെ.പി. യോഹന്നാൻ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ സഭ ആരംഭിക്കുകയും ലോകമെമ്പാടും ഭദ്രാസനങ്ങൾ തുടങ്ങി സ്വത്തിന്റെ നല്ലൊരു ഭാഗവും ഭദ്രാസനങ്ങൾക്ക് കീഴിലാക്കുകയും ചെയ്തു. ഭദ്രാസനാധിപന്മാർക്ക് അതിന്റെ നടത്തിപ്പ് ചുമതലയും നൽകിയിരുന്നു. അതുകൊണ്ടാണ് സഭ വിളർന്ന് വിവിധ സഭകളായി മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. മാത്രമല്ല, സ്വത്തുക്കൾ കൈക്കലാക്കാൻ ചിലർ അപായപ്പെടുത്തിയേക്കാമെന്ന വാർത്തകളും മുമ്പ് പുറത്തു വന്നിരുന്നു. അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കെ.പി. യോഹന്നാൻ ഉണ്ടായത്. തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് 1950 കെ.പി. യോഹന്നാൻ ജനിച്ചത്. കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞു. ഇതാണ് ജീവിതം മാറ്റിമറിച്ചത്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ 16-ാം വയസ്സിൽ അംഗത്വം എടുത്തു. W.A. ക്രിസ്വൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെടുകയും ആ സൗഹൃദം ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹന്നാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസല്ലയെ ജീവിത പങ്കാളിയാക്കി. 1978 ഭാര്യയുമായി ചേർന്ന് ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സസിൽ തുടക്കമിട്ടു. 1983 സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു. ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ അനുയായികളെ കൂട്ടി. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു കെ.പി. യോഹന്നാന്റെ വളർച്ച. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് തുടക്കം കുറിച്ച യോഹന്നാന് അനുയായികളും ആസ്തിയും ഒരുപോലെ കൂടി. 2003 ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി. സഭയുടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി യോഹന്നാൻ മാറുകയും ചെയ്തു. കെ.പി. യോഹന്നാൻ എന്ന പേരുപേക്ഷിച്ച് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്ത പ്രഥമനായി. ബിലീവേഴ്സ് ചർച്ച് പടർന്നു പന്തലിച്ചു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ. 30ഓളം ബിഷപ്പുമാർ, 10ഓളം രാജ്യങ്ങളായി 35 ലക്ഷത്തോളം വിശ്വാസികളുണ്ടെന്നാണ് അവകാശവാദം. ഒട്ടേറെ പരാതികളും കേസുകളും ബിലീവേഴ്സ് ചർച്ചിനും ഗോസ്പൽ ഏഷ്യയ്ക്കുമെതിരെ ഉയർന്നിട്ടുണ്ട്. വിദേശ സഹായം സ്വീകരിച്ചതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ ആരോപണങ്ങളും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുണ്ട്. യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് 2012 പരാതി ഉയർന്നിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്ന് 1544 കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം. എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ 2020 മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്തു നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിൽ ഉപയോഗിച്ചെന്നായിരുന്നു പരാതി. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി 14.5 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്.